ഇന്ധന പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്ധന ഇറക്കുമതിയിൽ കൂടുതൽ ക്ഷാമം നേരിടുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം സംസ്ഥാനങ്ങൾക്കുള്ള വാണിജ്യ സിലിണ്ടറുകളുടെ വിഹിതം കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചിരുന്നു. പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾക്ക് വിമാന കമ്പനികൾ സർചാർജ് ഏർപ്പെടുത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് വഴി കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. ഡൽഹിയിലേക്ക് പോകാം. വിശദാംശങ്ങൾക്കായി ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, രാജ്യം ഇപ്പോൾ തന്നെ രൂക്ഷമായ ഇന്ധന പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥിതിഗതികൾ ഇനിയും രൂക്ഷമായി തുടരുകയാണെങ്കിൽ പലതരത്തിലുള്ള വിലക്കയറ്റം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ വിമാന കമ്പനികൾ ഏർപ്പെടുത്തുന്ന നിരക്കുൾപ്പെടെയുള്ള പല കാര്യങ്ങൾ കൂടി നമ്മളെ ഇനി കാത്തിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2-3 കപ്പലുകൾ അത് ഹോർമുസ് കടലിടുക്ക് വഴി വിജയകരമായി ഇന്ത്യയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നു. ഇനിയും അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? നിലവിലെ ഇന്ധന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പറയുന്ന കണക്കുകൾ എന്താണ്? കേന്ദ്ര സർക്കാർ ഇപ്പോഴും അറിയിക്കുന്നത് രൂക്ഷമായ ഇന്ധന പ്രതിസന്ധി രാജ്യത്തില്ല, അതായത് വിതരണ കാര്യത്തിൽ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ എത്തിക്കുന്നതിനും ഗ്യാസ് എത്തിക്കുന്നതിനുമൊക്കെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഏത് വിധേനയും പരിഹരിക്കാനുള്ളൊരു ശ്രമം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്നലെ ഈദ് ആശംസ നേരാൻ വേണ്ടി ഇറാൻ പ്രസിഡന്റിനെ വിളിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ഊർജ്ജ പ്രതിസന്ധിയുടെ കാര്യമാണ് പ്രധാനമായി സംസാരിച്ചത്. 2 വിദേശകാര്യമന്ത്രിമാരും തമ്മിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചത്. ഇതിൽ ഹോർമുസ് കടലിടുക്ക് ആ കപ്പൽ പാതയിലൂടെ മൂവ്മെന്റ് നടന്നാൽ മാത്രമാണ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക പരിഹാരമെങ്കിലും ഉണ്ടാകുകയുള്ളൂ. കാര്യം ഈ ഊർജ്ജം എത്തിക്കുന്നതിൽ, ഊർജ്ജം വാങ്ങുന്നതിൽ ഉപഭോഗ രാജ്യങ്ങളിൽ ഇന്ത്യ ലോക രാജ്യങ്ങളിൽ തന്നെ 3ാമത്തെ രാജ്യമാണ്. 80% പുറമേ നിന്ന് വാങ്ങുന്നതാണ്. ഈ ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കിയെങ്കിൽ മറ്റ് ചുറ്റിവളഞ്ഞ് എത്തിക്കഴിയുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു കാലതാമസം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇന്ത്യക്ക് മുന്നിൽ നിൽക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ പാനിക് ബുക്കിംഗ് ഇതിനകം തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് LPG ഇനി തീർന്നു പോകും എന്ന് കരുതി ആളുകൾ കൂട്ടത്തോടെ ബുക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് നേരത്തെ ഒരു 89 ലക്ഷം വരെയാണ് പ്രതിദിന ബുക്കിംഗ് ഉണ്ടായത്. ഇതിപ്പോൾ 55 ലക്ഷം വരെ ആയി കുറഞ്ഞതിൽ വലിയ തരത്തിലുള്ള ഒരു ആശ്വാസമുണ്ട്. മാത്രമല്ല, ഈ വാണിജ്യ സിലിണ്ടറുകൾ ഈ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അത് സാമൂഹ്യ അടുക്കളകൾ, ഹോട്ടലുകൾ, ധാബകൾ തുടങ്ങിയവയ്ക്ക് പ്രത്യേകം വിതരണം ചെയ്യണം എന്നുള്ളൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിഥി തൊഴിലാളികൾക്ക് 5 കിലോയുടെ സിലിണ്ടർ നൽകണം എന്നുള്ളൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ക്രൂഡിന്റെ LPG ഇറക്കുമതി ചെയ്തതിന്റെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നെങ്കിൽ പോലും ഇത് ഒരു സാധാരണക്കാരിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു പരമാവധി ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെങ്കിൽ പോലും ഇത് ഇപ്പോഴും വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയായി തന്നെ ഇന്ത്യയിൽ ഇപ്പോഴും തുടരുകയാണ്. ശരി, ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.